ടീച്ചറിൻ്റെ കുഞ്ഞുമക്കൾക്ക് നമസ്കാരം. കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ച കാര്യങ്ങളൊക്കെ വൃത്തിയായി വെടിപ്പായി പഠിച്ചോ? മനസ്സിൽ പതിഞ്ഞോ? ഓരോ വാക്കുകൾ, ഓരോ അക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ ചേർത്ത് വരുന്ന അക്ഷരങ്ങൾ അല്ലേ? കഴിഞ്ഞ ക്ലാസ് വരെ പഠിപ്പിച്ചതൊക്കെ പഠിച്ചു എന്ന് ടീച്ചർ വിശ്വസിക്കുകയാണ്. പിന്നെ എപ്പോഴും പറഞ്ഞിരുന്നു ടീച്ചർ ഒരു 15 മിനിറ്റ് മലയാളത്തിന് വേണ്ടി എല്ലാ ദിവസവും വായിക്കാൻ, ഒരു ദിവസം വായിക്കാൻ, ഒരു ദിവസം എഴുതാൻ മാറ്റി വയ്ക്കണം. ചെയ്തോ? അനുസരിച്ചാൽ മാത്രമാണ് നമുക്ക് അറിവ് നേടാൻ പറ്റുള്ളൂ കേട്ടോ. നല്ല അറിവ്, നല്ല രീതിയിൽ അറിവ് നേടണമെന്നുണ്ടെങ്കിൽ ടീച്ചർ പറയുന്ന പോലെ എല്ലാ ദിവസവും അനുസരിക്കണം. ഒരുപാട് സമയമൊന്നും കരുതി വെക്കണ്ട. മലയാളം പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ വേറെ സമയം എടുത്തോ. നിങ്ങളുടെ സ്കൂളിലെ കാര്യങ്ങൾ പഠിക്കാനും എഴുതാനും അതിനൊക്കെ നിങ്ങൾ സമയം മാറ്റി വെച്ചോ. പക്ഷെ എഴുതാനും വായിക്കാനും വേണ്ടിയിട്ട് നമ്മൾ അക്ഷരങ്ങൾ പഠിച്ച് അതെന്ത് ചെയ്യാണ്? എഴുതി അത് വാക്കുകളായിട്ട്, വാക്യങ്ങളായിട്ടൊക്കെ വായിക്കണം. നമുക്ക് പറയണം. ഇല്ലെങ്കിൽ നമ്മൾ പറയുന്ന വാക്കുകളും അക്ഷരങ്ങളൊക്കെ നമുക്ക് എഴുതാനും സാധിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള പരിശീലനമാണ് ടീച്ചർ പറഞ്ഞത്. എന്താണ്? 15 മിനിറ്റ് പഠിക്കണം. മനസ്സിലായോ? ആകെ കൂടെ മലയാളം പഠിക്കാൻ 15 മിനിറ്റ് എടുത്താൽ നിങ്ങൾക്ക് സ്കൂളിലുള്ള കാര്യങ്ങൾ പഠിക്കാൻ സമയം കിട്ടില്ല. ഓക്കെ, ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വേറെ കഥാപുസ്തകങ്ങൾ, മലയാളത്തിൻ്റെ നല്ല കഥാപുസ്തകങ്ങളൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് അതിനായിട്ട് ഒരു 15 മിനിറ്റ് സമയം മാറ്റി വെക്കണം. മറ്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ മലയാളം പഠിക്കാനായിട്ട് അതിന് നിങ്ങൾ വേറെ സമയം എടുത്തോ, കുഴപ്പമില്ല. പക്ഷെ വായിക്കാനും എഴുതാനും വേണ്ടിയിട്ട് 15 മിനിറ്റ് വേറെ കണ്ടെത്തി വെക്കണം. വെറും 15 മിനിറ്റ്. മനസ്സിലായോ? ഓക്കെ, നമുക്ക് അടുത്ത വാക്കുകളിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, ഇവിടെ എഴുതിയിരിക്കുന്ന അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള വാക്കുകളാണ്. ഇതേതാണ് അക്ഷരം? ഉ. ഇതേതാണ്? മ. ഓക്കെ, കൂട്ടി വായിക്കുമ്പോ ഉമ. എന്താണ്? ഉ മ. എന്താണ്? ഉമ. ഉമ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു പേര് അല്ലേ? കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ നമ്മൾ ലത ഇത് പഠിച്ചിരുന്നില്ലേ? ലത പഠിച്ചിരുന്നില്ലേ? എന്താ? ഒരു പേര്. നമുക്കൊക്കെ ഉള്ള പോലെ അമ്മു, അപ്പു, അച്ചു, കിച്ചു, കുട്ടു എന്നൊക്കെ പറയുന്ന പോലെ ഒരു പേരാണ് ലത. അതേപോലെ ഒരു പേര് ഉമ. ഓക്കെ, ഒരു പേരായിട്ട് നമ്മളിതിപ്പോ പഠിക്കുക. കിട്ടിയോ? അപ്പൊ നമ്മൾ ആദ്യത്തെ വാക്കും പഠിച്ചു കഴിഞ്ഞു ഈ ക്ലാസ്സിൽ. ടീച്ചർ ഒന്നും കൂടെ എഴുതാം കേട്ടോ. ഉമ. ഉമ കിട്ടില്ലേ? ഉമ. ഉമ. ഓക്കെ, അടുത്ത വാക്ക് ഉ തന്നെയാണ്. എന്നിട്ട് ഈ അക്ഷരം ഇതേതാണ്? നമ്മൾ ഏറ്റവും ആദ്യം പഠിച്ച അക്ഷരമാണിത്. ഏതാണ്? റ. എസ്. റ. കണ്ട? ഉ റ. പൂർത്തിയായിട്ടില്ല, ശ്രദ്ധിച്ചിരിക്കുക. ഇതേതാണ് ചിഹ്നം? ഇ. അപ്പൊ ഇതെന്ത് വരും? റി. മനസ്സിലായോ? അപ്പൊ ഉ റ ഇ. എന്താണ്? റി. അപ്പൊ ഇത് ഒരുമിച്ച് വായിക്കുമ്പോ എന്താ വായിക്കാം? ഉറി. എന്താണ്? ഉറി. എന്താണ് ഉറി എന്ന് പറഞ്ഞ? പണ്ട് കാലത്ത് ഭക്ഷണ സാധനങ്ങളൊക്കെ ഒരു പാത്രത്തിലാക്കിയിട്ട് ചരട് കെട്ടി ഇങ്ങനെ തൂക്കിയിടും. അതാണ് ഉറി. ടീച്ചർ പറഞ്ഞാൽ ടീച്ചറിനെനിക്ക് ഒന്നും മനസ്സിലാവണില്ല. ടീച്ചർ പിക്ചർ കാണിച്ചാൽ എനിക്ക് മനസ്സിലാകും അല്ലേ? ടീച്ചർ കാണിക്കാലോ. ഇത് കണ്ടോ? ഇതാണ് ഉറി. കണ്ടോ?
ഒരു മൺകലം, അത് ചരടില് അല്ലേ, ചരടിൻ്റെ ഉള്ളിൽ അല്ലേ, ഇങ്ങനെ കെട്ടിയിരിക്കുന്ന ചരടിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ആ ഭക്ഷണ സാധനം, ഈ ഉറി ഇതിൻ്റെ മേലെ വേറൊരു പോട്ട്, അതിൻ്റെ മേലെ വേറെ, അങ്ങനെ വെക്കുന്നതാണ് ഉറി. പണ്ടത്തെ കാലങ്ങളിലാണ് കൂടുതലായിട്ടും ഇത് ഉപയോഗിച്ചിരുന്നത്. ഇപ്പം ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ എന്നാലും അധികമായിട്ടില്ല. ഇതാണ് ഉറി. ഉറി, ഉറി. മനസ്സിലായോ? ഉറി എന്ന് പറഞ്ഞേ, ഉറി. കണ്ടോ? കിട്ടിയോ? ഇതാണ് ഉറി. അടുത്തത്, ഇപ്പോൾ ഈ ഭാഗത്തുള്ള അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ട വാക്കുകൾ കഴിഞ്ഞു. അടുത്തത് ഈ ഭാഗത്തുള്ളത്. ഇതേതാണ് അക്ഷരം? പ. ഓക്കെ. ഈ ചിഹ്നം ഏതാണ്? ഉ എന്നതിന്റെ ചിഹ്നം. അപ്പൊ എന്താണ്? പൂ. മനസ്സിലായോ? പൂ. ഇതേതാണ് അക്ഷരം? പറ. ര. ഓക്കെ. അപ്പോ പ, ഉ, പൂ. ഇത് ര. കൂട്ടി വായിക്കുമ്പോ പുര. എന്താണ്? പുര എന്ന് പറഞ്ഞേ. പ, ഉ, പൂ. ഇത് ര. കൂട്ടി വായിച്ചേ. പുര. എന്താണ്? പുര. എന്താണ് പുര? വീട്. വീട്, കെട്ടിടം എന്നൊക്കെ പറയും. വീട് എന്ന് നിങ്ങളിപ്പോ അർത്ഥം എടുത്താൽ മതി. പുര എന്ന് പറഞ്ഞാൽ എന്താ? വീട്. കിട്ടിയോ? പുര എന്ന് പറഞ്ഞാൽ വീട്. നമ്മളിപ്പോ 1, 2, 3 വാക്കുകൾ പഠിച്ചു. ഓക്കെ. അടുത്ത 4ാമത്തെ വാക്കിലേക്ക് പോയാലോ? ഓക്കെ അല്ലേ? കിട്ടണില്ലേ? ശ്രദ്ധിച്ചിരിക്കാൻ പറ്റണില്ലേ? ടീച്ചറിന്റെ ഒപ്പം പോരാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഇതേതാണ് ഈ അക്ഷരം? പ, പൂ, ട അല്ലേ? ഏതാണ് ഈ അക്ഷരം? വ. അപ്പോ പ, ഉ, പൂ. ഇത് ട, ഇത് വ. കൂട്ടി വായിക്കുമ്പോ എന്താണ്? ഇത് കൂട്ടി വായിക്കുമ്പോ എങ്ങനെയാ പറയാ? പൂ, ട, വ. എന്താണ്? പുടവ. എന്താണത്? പുടവ. കിട്ടിയോ? എന്താണ് പുടവ? പുടവ എന്ന് പറഞ്ഞാൽ എന്താ? വസ്ത്രം. നമ്മുടെ ഡ്രസ് അല്ലേ? നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്, വസ്ത്രം. അതെന്തോ ആവാം. സാരി ആവാം, ഷർട്ടാവാം, പട്ടുപാവാടയാവാം അല്ലേ? എന്തും ആവാം. അപ്പോ പുടവ, വസ്ത്രം, നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ്, അതാണ് പുടവ. അപ്പൊ ഈ 4 വാക്കുകൾ നമുക്കൊന്ന് പറഞ്ഞു നോക്കിയാലോ? ഉമ, ഉമ. ഉറി, ഉറി. ടീച്ചർ പറയുന്നതിന്റെ ഒപ്പം പതുക്കെ പറഞ്ഞു പോരേട്ടാ. പ, ഉ, പു, ര, പുര. പ, ഉ, പു, ട, വ, പുടവ. കിട്ടിയോ? ഉമ, ഉറി, പുര, പുടവ. ഓക്കെ. നന്നായിട്ട് പഠിക്കുക. ആവർത്തിച്ച് പഠിക്കുക. ഉറക്കെ പറഞ്ഞ് എഴുതി പഠിക്കുക. ശുഭദിനം.